ഉണ്ടാവട്ടെ. നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് NS ഗീതത്തോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ്. NS ഗീതം അവതരിപ്പിക്കാനായി NS വോളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നു. പല കോളേജുകളിലും ഈ ഒരു പരിപാടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരീക്ഷ കാരണമാണ് നമ്മൾ ഇത്രയും അധികം വൈകിയത്. നമ്മളുടെ നാഷണൽ സർവീസ് സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 യൂണിറ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. മികവുറ്റതും അതുപോലെ തന്നെ ഒട്ടേറെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു 2 യൂണിറ്റാണ് നമ്മുടെ കോളേജിൻ്റേത്. ഞങ്ങൾ വളരെ ഏറെ സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ ഇന്നത്തെ പ്രവർത്തനം തന്നെയാണ്. ഇന്നലെ നമ്മൾ നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വളരെയധികം വിജയകരമായി പൂർത്തി നമുക്ക് സാധിച്ചു എന്നത് തന്നെയാണ്. 100-ൽ-പരം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആ ക്യാമ്പ് വിജയകരമായി എന്ന് നമുക്ക് ഏറെ അഭിമാനം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നാം ഇന്ന്. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇത് തന്നെയാൽ ഞാൻ ഈ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ലിയ മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നവംബർ 1 നമ്മുടെ കോളേജ് ഒരു ഹരിത ക്യാമ്പസായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ശുചിത്വ മിഷനിലേക്ക് സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു അങ്ങനെ ഒരു ചടങ്ങ്, ഒരു പ്രഖ്യാപനം വരെ നമ്മൾ നടത്തിയത്. തുടർന്ന് നമ്മൾ കോളേജിൽ ആ ഒരു ഹരിത ക്യാമ്പസായി നിലനിർത്തുന്നതിന് പ്രക്രിയകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ NSSൻ്റെ സന്നദ്ധ പ്രവർത്തകർക്ക് ക്യാമ്പസിൻ്റെ പുറത്തേക്ക് കൂടെ അവരുടെ ഒരു ഹരിത വിപ്ലവം നടത്താനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അവസരം ഒരുക്കി തന്ന ശുചിത്വ മിഷൻ അംഗങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പേരാമ്പ്രയിലുള്ള പൊതു ശൗചാലയങ്ങൾ അതിൻ്റെ ഒരു ഓഡിറ്റ് നടത്തുകയാണ്. അത് എത്രമാത്രം വൃത്തിയായിട്ടാണ് അത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് പരിപാലിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ പോയിട്ട് അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായിട്ട് ഇരിക്കുന്ന ശൗചാലയങ്ങൾ അത് നടത്തുന്നവർക്ക് നമുക്ക് പ്രത്യേക അഭിനന്ദനം കൊടുക്കേണ്ടി വരും. അതേസമയം വൃത്തിഹീനമായിട്ട് വെച്ചിരിക്കുന്ന ടോയ്ലറ്റുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട അവബോധം നൽകുകയും എന്തൊക്കെ രീതിയിൽ അത് പരിപാലിക്കണം എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകേണ്ടി വരും. ഇവിടെ ഇന്ന് ഈ ഒരു ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം ഈ ഒരു പരിപാടിയുടെ കോളേജ് തല ഉദ്ഘാടനം നടക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പേരാമ്പ്ര പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രമോദ് അവർകളാണ്. അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യാം. ഇന്നിവിടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഷീജ ശശി അവർകളാണ്. മാഡത്തിനെ ഞാൻ ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VK പ്രമോദ് അവർകളെ ക്ഷണിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്താറുണ്ട്. ആഗോളതാപനത്തെക്കുറിച്ച് ചർച്ച നടത്താറുണ്ട്, മറ്റ് സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച നടത്താറുണ്ട്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് നമ്മുടെ ഭൂമിയിലേക്ക് അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന മാലിന്യത്തിൻ്റെ പ്രശ്നം. ഓരോ ദിനം കഴിയുന്നതും മാലിന്യത്തിൻ്റെ അളവ് വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
അതിനൊട്ടേറെ കാരണങ്ങൾ. ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു എന്നുള്ളത് അതിനുള്ള കാരണമാണ്. മറ്റൊന്ന്, നമ്മുടെ പട്ടണങ്ങൾ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായി പട്ടണങ്ങളുടെ വികാസം ഉണ്ടാവുകയും വികസന പ്രവർത്തനങ്ങൾ നാട്ടിലാകമാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ വികസനവും ജനസംഖ്യ വർധനവുമെല്ലാം നമ്മുടെ മാലിന്യ പ്രശ്നത്തിന് വലിയ തോതിലുള്ള കാരണമായി തീരുകയും നമ്മുടെ നാട്ടിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്തോറും ആളുകളുടെ വരവ്, നമ്മുടെ പട്ടണങ്ങളിലേക്കുള്ള വരവ് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ CKG കോളേജിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാം പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ പേരാമ്പ്ര പട്ടണം എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ സ്റ്റേഷനും അപ്പുറത്തുള്ള പേരാമ്പ്ര വർഷ ടാക്കീസിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടായിരുന്നു. അതൊരു പേരാമ്പ്ര ബസ് സ്റ്റാൻഡിനോട് അടുത്ത് നിൽക്കുന്ന, പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്ന പട്ടണമായിരുന്നു പേരാമ്പ്ര. എന്നാൽ നിങ്ങളെല്ലാം ഇന്ന് ഈ കോളേജിൽ പഠിക്കുമ്പോൾ പേരാമ്പ്ര പട്ടണം എന്ന് പറയുന്നത് CKG കോളേജിൽ കിടന്ന് കൂത്താളി പഞ്ചായത്തിനോട് മുട്ടി നിൽക്കുകയും അപ്പുറത്താണെങ്കിൽ അത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡും നമ്മുടെ കക്കാടും കഴിഞ്ഞ് നൊച്ചാട് പഞ്ചായത്തിൻ്റെ കൈതക്കൽ വരെ അല്ലെങ്കിൽ മുളിയങ്കൽ വരെ പേരാമ്പ്ര പട്ടണം വികസിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പട്ടണത്തിലേക്ക് വരുന്ന ആളുകളുടെ അളവ് കൂടും. അങ്ങനെ വരുന്ന സമയത്ത് മാലിന്യത്തിൻ്റെ അളവ് കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മാലിന്യം പൂർണ്ണമായി ഇല്ലാതാക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം മാലിന്യത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരു പറമ്പിനകത്ത് 5, 10 അല്ലെങ്കിൽ 10, 20 വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു വീടാണ്. എന്നാൽ ഇന്ന് ആ പറമ്പിൽ 5, 6, 7 വീടുകളുള്ള പറമ്പുകളായി മാറിയിരുന്നു. അവിടെയും മാലിന്യം കൂടുകയാണ്. ഇതിനെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന രീതി അവലംബിക്കൽ മാത്രമേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ. അതുതന്നെയാണ് സംസ്ഥാന സർക്കാരും ശുചിത്വ മിഷനും പ്രാദേശിക സർക്കാരുകളും നിങ്ങളുടെ പോലുള്ള കോളേജുകളുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ന് നാം ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരത്തെ ടീച്ചറോട് സൂചിപ്പിച്ചു. നമ്മുടെ കക്കൂസ് മാലിന്യമാണ് ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അത് ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ചർച്ചകൾ പൊതുവെ ഉയർന്നു വരുന്നു. പട്ടണങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം നമ്മുടെ പൊതുജനങ്ങൾ നടന്നു പോകുന്ന വഴിയോരത്തുള്ള ഓടകളിലേക്ക് ഒഴുക്കിവിടുന്ന അനുഭവമുണ്ട്. അതെല്ലാം ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കി ഏതെല്ലാം തരത്തിലുള്ള അരുതായ്മകളാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഭാഗത്ത് ഉള്ളത്, ഏതെല്ലാം സ്ഥാപനങ്ങളിൽ ടോയ്ലറ്റ് ഉണ്ട്. പല സ്ഥാപനങ്ങളും ആവശ്യത്തിന് ടോയ്ലറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജോലി ചെയ്യുന്ന എത്രയോ സ്ഥാപനങ്ങൾ, 100 കണക്കിന് സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യമില്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളെ കണ്ടെത്തുക, അതുപോലെയുള്ള ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തി നമുക്ക് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നുള്ളത് കൊണ്ടാണ് നാം ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഏറ്റെടുക്കേണ്ട ഒരു പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും നമ്മൾ വളരെ മികവോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണം എന്ന ആ ഒരു വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരും വിവിധ പഞ്ചായത്ത് സംവിധാനങ്ങളും അതുപോലെ ഓരോ ഹരിത കേരള മിഷനാണെങ്കിലും ശുചിത്വ മിഷനാണെങ്കിലും മറ്റ് പൊതുസമൂഹമെല്ലാം ഇതിനോടൊപ്പം നിന്നുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുമ്പോഴും പലപ്പോഴും അതിൻ്റെ നമ്മൾ വിചാരിച്ച അർത്ഥത്തിൽ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഈ കേരളത്തെ മാലിന്യമുക്തമാക്കാൻ സാധിക്കുക. ആ ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏതെല്ലാം ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഏതെല്ലാം സംഘടനകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു പ്രവർത്തനമെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ആ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് NSS
എന്ന ഈ ഒരു സംഘടന നമുക്കറിയാം എന്താണ് സാമൂഹ്യ സേവനത്തിലൂടെ വ്യക്തിത്വ വികാസം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇന്ന് NSS പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. എല്ലാ മേഖലകളിലും അവരുടെ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്. NSS പ്രവർത്തകരുടെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തുമ്പോൾ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെ തലത്തിലാണോ തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുക ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ന് NSS മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓരോ മേഖലയും നമുക്ക് എടുത്തു നോക്കിയാൽ കാണിക്കും. നമുക്കറിയാം ഏറ്റവും പരസ്പരം ബഹുമാനിക്കുകയും അതുപോലെ തന്നെ സഹായിക്കുകയും എല്ലാം ചെയ്യാൻ കഴിയുന്ന നല്ല മൂല്യബോധമുള്ള ഒരു പ്രവർത്തകരാണ് NSS പ്രവർത്തകർ. നല്ല വ്യക്തിത്വങ്ങളാണ്. നല്ല വ്യക്തിത്വങ്ങളായി മാറുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നല്ല വ്യക്തിത്വങ്ങളാവുക എന്ന് നമ്മൾ പറയുമ്പോൾ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും